ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്ത് മറിയം 11 മുതൽ 15 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഫഖറജ, ഇവിടെ ഖാഇനും റാഇനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുകയും വേണം. ഫഖറജ ഫഖറജ അലാ ഖൗമിഹി അലാ ഖൗമിഹി, ഖാഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ്. فخرج على قومه من المحراب. على قومه എന്നതിലെ അന്ത്യത്തിലുള്ള ഹാഉ ദ്ദമീറിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകണം. മദ്ദുസ്സിലത്തി സൂറ എന്ന് ഇത് അറിയപ്പെടുന്നു. മിനൽ മിഹ്റാബി, അൽ മിഹ്റാബ്, റാ എന്ന ആ ശബ്ദം അഥവാ റായിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്തുകൊണ്ട് സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കുക. മിനൽ മിഹ്റാബി ഫഔഹാ ഇലൈഹിം. ഫഔഹാ, ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. പദത്തിൻ്റെ അന്ത്യത്തിൽ അലിഫും ദീർഘാക്ഷരമായ അലിഫും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസയും വന്നതാണ്. ഇതിനുള്ള കാരണം ഇങ്ങനെ വേർപിരിഞ്ഞതുകൊണ്ടാണ് മുൻഫസിൽ എന്ന പേര് നൽകുന്നത്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫഔഹാ ഇലൈഹിം അൻ സബ്ബിഹൂ. ഇലൈഹിം എന്നതിലെ സാക്കിന തമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇലൈഹിം അൻ സബ്ബിഹൂ. അൻ എന്നതിലെ സാക്കിന താനൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, മറച്ചു മണിച്ചുച്ചരിക്കുക. ശേഷം ഇഖ്ഫായിൻ്റെ ഹർഫായ സീനാണ് വന്നത്. അതുകൊണ്ട് അൻസബ്ബിഹൂ എന്ന് ഉച്ചരിക്കണം. ബുക്റതൻ വഅശിയ്യ. ബുക്റതൻ, ഇതിലുള്ള കാഫിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാഫ്, ഇസ്തിഫാൽ, ഹംസ്, ഷിദ്ദ ഇങ്ങനെ തുടങ്ങി പ്രത്യേകമായ പല സിഫത്തുകളുമുള്ള അക്ഷരമാണ്. ഹംസും ഷിദ്ദത്തുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ വഅശിയ്യ. റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. തൻവീൻ വന്നത് ശേഷം വാവ് ഉള്ളതുകൊണ്ട് തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ബുക്റതൻ വഅശിയ്യ. യാ യഹ്യ, ഹ വ്യക്തമായി ഉച്ചരിക്കുക. യാകൾ ലീനിൻ്റെ അക്ഷരമാണ്. യാ യഹ്യ യാ യഹ്യ ഖുദിൽ കിതാബ. ഖാഇന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക, അതിന് ദമ്മ വന്നതുകൊണ്ട് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഖുദിൽ കിതാബ ബിഖുവ്വ. ഇവിടെ ഖായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. പിന്നീട് ബിഖുവ്വ എന്ന് പറയുമ്പോൾ ഖാഫിനും തഫ്ഖീമുണ്ട്. അല്ലാത്ത അക്ഷരങ്ങൾക്കൊക്കെ തർഖീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാ. ഇവിടെ ബിഖുവ്വത്തിൻ എന്ന തൻവീനെ ചേർത്തോതുകയാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ബിഖുവ്വതിൻ എന്ന് പാരായണം ചെയ്യണം. വആതൈനാഹു, അലിഫുകളൊക്കെ 2 ഹറക്കത്തിൻ്റെ അളവിൽ കൃത്യമായി ദീർഘിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക.
وآتيناه الحكم صبيا. അൽ ഹുക്മ കാഫിന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹംസ് ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ വരുന്നത് സൂക്ഷിക്കുക. വആതൈനാഹുൽ ഹുക്മ ഹ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം. സ്വബിയ സ്വാദ് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. വആതൈനാഹുൽ ഹുക്മ സ്വബിയ വഹനാനം മിൻ ലദുന്നാ. വഹനാനൻ ഈ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ഹനാനൻ എന്നതിലെ തൻവീനും മിൻ എന്നതിലെ നൂനും ഇദ്ഗാം കാമിലാണ് എന്നതിൽ യോജിക്കുന്നു. എന്നാൽ ആദ്യത്തേതിന് ഇദ്ഗാം ബിഗുന്ന, രണ്ടാമത്തേതിന് ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഈ വ്യത്യാസമുണ്ട് എന്നത് ശ്രദ്ധിക്കുക. വഹനാനം മിൻ ലദുന്ന. ലദുന്ന നൂൻ മുശദ്ദദയെ മണിക്കണം. വസകാതൻ വകാന. അവിടെ വസകാതൻ എന്ന തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുകയാണ് വേണ്ടത്. വഖഫ് ചെയ്യുകയാണെങ്കിൽ വസക എന്ന് ഹായിൽ വഖഫ് ചെയ്യണം. ഹ ഉത്തനീസ് എന്നാണ് ഈ താ അറിയപ്പെടുന്നത്. വഹനാനം മിൻ ലദുന്നാ വസകാ വകാന തഖിയ്യ. വകാന തഖിയ്യ. ഇതിൽ ഖാഫിന് മാത്രമാണ് തഫ്ഖീമുള്ളത്. അത് തന്നെ ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ്. ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട്. വകാന തഖിയ്യ വബർറൻ ബിവാലിദൈഹി. ഇവിടെ വബർറൻ റാഇന് തഫ്ഖീമാണ്. പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. മുശദ്ദദത്തായ റാ ആയതുകൊണ്ട് അതിന് തക്രീർ വരാതെ സൂക്ഷിക്കണം, അഥവാ കൂടുതൽ തക്രീർ വരുന്നതിനെ സൂക്ഷിക്കണമെന്നാണ്. വഅഖ്ഫി തക്രീറൻ ഇദാ തശദ്ദദ എന്ന് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ പറയുകയുണ്ടായി. അവിടെ റാഇന് ശബ്ദ നൽകപ്പെടുന്നത് കൊണ്ട് തക്രീറിനെ ഗോപ്യമാക്കണം. വബർ എന്നിങ്ങനെ വിറപ്പിച്ച് കൂടുതൽ റാഇകളെ ഉച്ചരിക്കരുത് എന്നർത്ഥം. വബർവാൻ ഒറ്റ റാഇ തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അതിലുള്ള തൻവീനാകട്ടെ അതിനെ ഇഖ്ലാബ് ചെയ്യണം, മീമാക്കി മാറ്റണം. ശേഷം ബാ ഉള്ളതുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അങ്ങനെ വരുമ്പോൾ സാക്കിനത്തായ മീമിൻ്റെ ഹുക്മായ ഇഖ്ഫ ഷഫവിയാണ് ഫലത്തിൽ അവിടെ നൽകപ്പെടുക. വബർറൻ ബിവാലിദൈഹി. ബിവാലിദൈഹി ഹ ഉദ്ദമീറിന് അല്പം പോലും ദീർഘം വരുന്നില്ല, കാരണം തൊട്ടുമുമ്പിൽ സുക്കൂൻ ഉള്ളതുകൊണ്ട്. ബിവാലിദൈഹി വലം യകുൻ. വലം സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ ഉച്ചരിക്കുക. വലം യകുൻ. യകുൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ശേഷം ജീമ് വന്നതുകൊണ്ട് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കണം. ജീമ് ഇഖ്ഫാൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. വലം യകുൻ ജബ്ബാറൻ അസിയ. ജബ്ബാറൻ റൻ എന്ന് റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കണം. അതിലുള്ള റാഇൻ്റെ തൻവീനിന് ശേഷം ആയിന് വന്നതുകൊണ്ട് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. വലം യകുൻ ജബ്ബാറൻ അസിയ വസലാമുൻ അലൈഹി. ഇവിടെ വസലാമുൻ ഈ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം.
وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. എല്ലാ അക്ഷരങ്ങളെയും ശ്രദ്ധിച്ചുച്ചരിക്കുക, തർക്കീഖ് ചെയ്തുച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. പിന്നെ വാവ് പ്രത്യേകം സൂക്ഷിക്കണം. വാവ് 2 ചുണ്ടുകളിൽ നിന്ന് ഉച്ചരിക്കണം. വാവിൻ്റെ ഉച്ചാരണ സമയത്ത് ചുണ്ട് വൃത്താകൃതിയിലായിരിക്കും. വയൗമ യമൂതു വയൗമ യുബ്അസു. ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് യുബ്അസു എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഹയ്യ, ഹഉം ഐന് എല്ലാ അക്ഷരങ്ങളും ഹൽഖിയ അക്ഷരങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാ ഹർഫുകളും അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. യുബ്അസു, സ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ളഹ്റു ത്വറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ. ഇതാണ് സഇൻ്റെ മഖ്റജ്. ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا. وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا.